കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി. മദ്യപിച്ചെത്തിയ ഒരു 4 അംഗ സംഘം കണ്ടക്ടറെ മദ്യപിച്ചു. അക്രമികളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നെഞ്ചിലും വയറ്റിലും ചവിട്ടേറ്റതായി പരിക്കേറ്റ കണ്ടക്ടർ എം സുധീഷ് പറഞ്ഞു. ഒരാൾ എന്റെ വണ്ടിയിൽ കയറി എന്നെ ഒന്ന് തലശ്ശേരി ഇറക്കണം എന്ന് പറഞ്ഞു. കയറിക്കോ പറഞ്ഞു. ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ഇയാള് കണ്ടക്ടർ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ കണ്ടക്ടർ സീറ്റാണ്, പുറകെ പോയിരുന്നോ? എവിടെ ഇരുന്നാ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, അവിടെ ലേഡീസ് സീറ്റ് ഫ്രണ്ടിലാണ്, പിന്നെ നിങ്ങൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, കുറച്ച് പുറകോട്ട് ഇരുന്നു പറഞ്ഞു. അത് ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്നാ ചെയ്യാന്ന് പറഞ്ഞു. എന്നെ വഴക്കായി, എന്നെ പിടിച്ചു ഉന്തി വണ്ടിയിൽ നിന്ന് എന്റെ മുഖത്തടിച്ച് എന്നെ ചവിട്ടി. അപ്പോൾ ഇവര് സെക്യൂരിറ്റി അവര് സ്റ്റാഫെല്ലാം ഓടി വന്ന് അത് പിടിച്ചപ്പോൾ എല്ലാരും മർദ്ദിച്ചു ആള്. അപ്പോൾ അവിടെ കൂടിയുള്ള ഒരു 3-4 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി വന്ന് മൊത്തം പ്രശ്നം എല്ലാരും അടിക്കാണ്ടായത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് 4 അംഗ മദ്യപ സംഘം ഈ ബസ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. കണ്ണൂർ മധുര റൂട്ടിൽ ഓടുന്ന സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. കണ്ടക്ടറുമായി വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിൽ അവിടെ സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ ബസ്സിലെ മറ്റ് ജീവനക്കാരും ഒക്കെ എത്തി അവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സെക്യൂരിറ്റി ജീവനക്കാരായിട്ടുള്ള കൃഷ്ണൻകുട്ടിക്കും ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചുണ്ടിലും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം പ്രാഥമിക ചികിത്സ തേടി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 പേരും നടക്കാവ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് മൊഴി നൽകുകയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ 4 പ്രതികളെ മദ്യപിച്ചെത്തിയ 4 പ്രതികളെയും നാട്ടുകാരുടെ സഹായത്തോടെ യാത്രക്കാരുടെ സഹായത്തോടെ പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 പേരെ ഇപ്പോൾ നടക്കാവ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഈ അക്രമത്തിന് ഇരയായ 4 പേരുടെ മൊഴിയെടുത്തതിന് ശേഷം ഈ അക്രമ സംഘത്തിലെ 4 പേർക്കെതിരെയും കേസെടുക്കും എന്ന കാര്യമാണ് നടക്കാവ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അക്രമ സംഭവം അരങ്ങേറിയത്. എസ് കെ എൻ.